എങ്ങനെയെങ്കിലും നാളത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ അച്ഛനോട് പറഞ്ഞ് മാറ്റിവെക്കണം. ഇതെൻ്റെ റിക്വസ്റ്റാണ്. എനിക്കതിങ്ങനെ അച്ഛനോട് പറയാൻ കഴിയുന്നുണ്ടേട്ടാ. എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ അച്ഛൻ്റെ ആഗ്രഹമല്ലേ. അച്ഛൻ പറഞ്ഞതിനപ്പുറം ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കില്ല നന്ദേട്ടാ. അത് നന്ദേട്ടന് അറിയാവുന്ന കാര്യമല്ലേ. എനിക്ക് അച്ഛനോടല്ലാതെ വേറെ ആരോടും ഇത് പറയാൻ പറ്റത്തില്ല. അർച്ചന പറഞ്ഞാൽ അച്ഛൻ കേൾക്കും, അതെനിക്ക് ഉറപ്പാണ്. അർച്ചനെ ഈ വിഷമഘട്ടത്തിൽ എന്നെ സഹായിച്ചേ പറ്റൂ, അല്ലാതെ എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ല. അതൊക്കെ ശരിയാണ്. ഈ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഏത് കാര്യവും ഞാൻ പറഞ്ഞ അച്ഛൻ കേൾക്കും. പക്ഷേ ഇതങ്ങനെയാണോ നന്ദേട്ടാ? നന്ദേട്ടൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിലൊന്നും ഇടപെടാനോ സംസാരിക്കാനോ ഞാൻ ആളല്ല. നന്ദേട്ടനും അവന്തിയേട്ടത്തിയും തമ്മിലുള്ള ബന്ധം വേർപിരിഞ്ഞു പോകുന്നത് അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ജീവിച്ച് ഞാൻ മടുത്തു. ഇനി എനിക്ക് വേണ്ടി കുറച്ചെങ്കിലും ജീവിക്കണം. അതിനുള്ള തയ്യാറെടുപ്പില്ല ഞാൻ. എങ്ങനെയെങ്കിലും ഈ ഡിവോഴ്സ് നടന്നേ പറ്റൂ. അതിനിടയിൽ ഈ വെഡ്ഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ നടക്കാൻ പാടില്ല. ഇപ്പോ അല്പമെങ്കിലും ജീവിതം എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്. അതും കൂടി കൈവിട്ടു പോയാൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല. സന്ധ്യ ഡോക്ടറുമായിട്ടുള്ള നന്ദേന്റെ എല്ലാ സൗഹൃദവും അടുപ്പവും ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളാണ് ഞാൻ. പല ഘട്ടങ്ങളിലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തു. നീ ഒരു മനുഷ്യനാണോ? ഭാര്യയും ഭർത്താവും ആവുമ്പോ അവർക്കിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഊതിപ്പെരുപ്പിച്ച് വലുതാക്കുന്നത് നല്ല ശീലമല്ല. അച്ഛാ, നമുക്ക് പിന്നീട് സംസാരിക്കാം. എനിക്കല്പം ധൃതിയുണ്ട്. ഇന്ന് നിങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ്. ഇന്നത്തെ ദിവസം ഓഫീസിൽ പോകാതെ ലീവ് എടുത്തു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ ഇന്ന് ഓഫീസിൽ പോകണ്ട. അത് പറ്റില്ല അച്ഛാ, എനിക്ക് പോയേ പറ്റൂ. നീ എന്തിനാ നന്ദ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഇന്നത്തെ ദിവസം സന്തോഷമായിട്ട് നിങ്ങളോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. ഇന്ന് മാത്രം എന്താ ഒരു പ്രത്യേകത? എന്നും എല്ലാവരും ഒരുമിച്ചിരുന്നല്ലേ ആഹാരം കഴിക്കുന്നത്. ഡൈനിങ് ടേബിളാണ് കുടുംബസ്നേഹത്തിന്റെ ആധാരം എന്നാണല്ലോ അച്ഛൻ എപ്പോഴും പറയാറ്. പക്ഷേ അത്രയ്ക്ക് വലിയ സ്നേഹമൊന്നും നമ്മുടെ ഈ ഡൈനിങ് ടേബിളിൽ ഞാൻ കണ്ടിട്ടില്ല. അത് നിന്റെ കാഴ്ചയുടെ കുഴപ്പമാണ്. ഇവിടെ എല്ലാവരും തമ്മിൽ ഇപ്പൊ നല്ല സ്നേഹത്തിലാണ്. നിനക്കും അവന്തിക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഇപ്പൊ ഇവിടെ ഉള്ളൂ. പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകണം. ഞാൻ നിന്റെ അച്ഛനാ. എൻ്റെ വാക്ക് നീ കേട്ടേ പറ്റൂ. ടൗണിലെ ബേക്കറിയിൽ ഞാൻ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് തിരിച്ചു വരുമ്പോൾ
ആ കേക്കും വാങ്ങിച്ചുകൊണ്ട് വേണം വരാൻ. എല്ലാവരും ചേർന്ന് നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഗംഭീരമായിട്ട് ആഘോഷിക്കണം. എനിക്കിന്ന് കുറേയേറെ അത്യാവശ്യ മീറ്റിങ്ങുകളുണ്ട്. വരാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നാലും നോക്കാം. നന്ദനോടെ ഏട്ടൻ നേരത്തെ ഇറങ്ങിയല്ലോ. ഇവിടെ വന്നില്ലേ? ഇല്ല, ഇതുവരെ വന്നില്ല. അവൻ നിങ്ങളുടെ കൂടെ വരുമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. ഏട്ടൻ നേരത്തെ തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങി. എന്തോ അത്യാവശ്യ കാര്യത്തിന് ആരെയോ കാണണമെന്ന് പറഞ്ഞിരുന്നു. വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ആഘോഷങ്ങളായിരിക്കും അല്ലേ? അതെ, നിങ്ങൾ പോയി വേഗം റെഡിയായി വാ. ആദ്യം നന്ദേട്ടൻ വരട്ടെ അച്ഛാ, എന്നിട്ട് നിങ്ങൾ റെഡിയായി പോരെ. മോനെ, നിങ്ങൾ 3 പേരുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി എനിക്കൊരുപോലെ. അതിൽ ഒരു വേർതിരിവുമില്ല. നന്ദേട്ടൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി കൂടുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ അച്ഛാ. പക്ഷേ നന്ദേട്ടൻ പോലും ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. അതൊക്കെ എത്തിക്കോളും.